നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെ ഇന്റർ മയാമിക്ക് സമനില. ലയണൽ മെസ്സി നന്നായിട്ട് കളിച്ചു, പക്ഷേ ഗോളോ അസിസ്റ്റോ അദ്ദേഹത്തിൻ്റെ പേരിലില്ല. 2-2 സമനിലയാണ് ഇപ്പോൾ മയാമി ഈ ഒരു കളിയിൽ വഴങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ 6 കളികളായിട്ട് മയാമിക്ക് വിജയമില്ല. നോക്കുക, മയാമി ഏറ്റവും ഒടുവിൽ കളി ജയിക്കുന്ന DC യുണൈറ്റഡിനെതിരെ മാർച്ച് 8-നാണ്. അതിനുശേഷം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നാഷ്വിലിനോട് ഗോൾ രഹിത സമനില, MLS ഷാർലറ്റിനോട് ഗോൾ രഹിത സമനില, വീണ്ടും കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നാഷ്വിലിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു പുറത്തായി. പിന്നെ MLS ന്യൂയോർക്ക് സിറ്റിയോട് 3-2 തോറ്റു. ഓസ്റ്റിനോട് 2-2 സമനില. ഇതാ ന്യൂയോർക്ക് റെഡ് ബുൾസിനോട് 2-2 സമനില. ബാക്ക് ടു ബാക്ക് 2-2 സമനിലകളാണ് ഇപ്പോൾ അവരുടെ പുതിയ മൈതാനത്ത് അവർക്ക് വഴങ്ങേണ്ടി വരുന്നത്. മത്സരത്തിൽ തീർച്ചയായിട്ടും ഇന്റർ മയാമിക്ക് വേണ്ടി മെസ്സി മികച്ച കളി കളിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ടീമിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മികച്ച രൂപത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു ഇന്റർ മയാമി. പക്ഷേ ഗോൾ വഴങ്ങാതെ എതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ അതിശക്തമായ പ്രകടനം നടത്തി. കളിയിൽ 15-ാമത്തെ മിനിറ്റിൽ റുവാൽ കബയിലൂടെ ന്യൂയോർക്ക് റെഡ് ബുൾസാണ് ആദ്യ ഗോൾ അടിച്ചത്. എന്നാൽ സിൽവറ്റിയിലൂടെ ഇന്റർ മയാമി ആ ഗോൾ മടക്കി. ആദ്യ പകുതിയുടെ അവസാനത്തിൽ, രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബെർട്രേമിലൂടെ ഇന്റർ മയാമി ലീഡെടുത്തു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോളാണ് ഇന്റർ മയാമിക്ക് വേണ്ടി. എന്നാൽ 78-ാമത്തെ മിനിറ്റിൽ മെഹ്മത്തിയുടെ ഗോൾ വന്നതോടുകൂടി ന്യൂയോർക്ക് റെഡ് ബുൾസ് കളി സമനിലയാക്കിയായിരുന്നു. ഇനി മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി, മികച്ച രൂപത്തിൽ കളി റൺ ചെയ്തു, ഫ്രീ കിക്ക് മികച്ചതുണ്ടായിരുന്നു, പക്ഷേ ഗോൾ കീപ്പർ ഡിനായ് ചെയ്തു. എന്ന് പറഞ്ഞാൽ മെസ്സി 66 ടച്ചുകൾ, 46 പാസുകൾ, 38 ലക്ഷ്യത്തിലേക്ക്, 83% പാസിംഗ് ആക്യുറസി, 4 കീ പാസുകൾ, 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു പ്രകടനം. 10 ഡ്രിബ്ലിംഗ് നടത്തിയതിൽ 6 സക്സസ്ഫുൾ ആയിരുന്നു. മെസ്സിയാണ് ആ ഷോ റൺ ചെയ്തത് എന്ന് തന്നെ പറയണം. ഗോളും അസിസ്റ്റും ഇല്ലെങ്കിലും മെസ്സിയാണ് ഷോ റൺ ചെയ്തത്. എന്നാൽ ന്യൂയോർക്ക് റെഡ് ബുൾസിൻ്റെ ഗോൾ കീപ്പറുടെ കാര്യം എടുത്തു പറയണം. എദാൻ ഹോൾവാത്ത് 5 സേവുകളാണ് നടത്തിയത്. 4 ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പണി ഇന്റർ മയാമിക്ക് കൊടുത്തത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.